അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഐശ്വര്യപൂർണ്ണമായ ജീവിതം ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? നമുക്കെപ്പോഴും ദാരിദ്ര്യമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള പണികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതാണ് വ്യത്യാസം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയുമാണ് പടച്ചോനെ ഐശ്വര്യപൂർണ്ണമായ ജീവിതം കിട്ടണമെന്നുള്ളത്. ഐശ്വര്യം എന്ന് പറയുമ്പോൾ ചിലർ കരുതും ദാരിദ്ര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പറ്റെ നഷ്ടപ്പെട്ടു പോകുക, സാമ്പത്തികമായി നല്ല വീടും പറമ്പും വാഹനവും ഉണ്ടാവുക, ഇതാണ് ഐശ്വര്യം എന്ന് മനസ്സിലാക്കിയെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. ലാക്കിന്നൽ ഗിന അൽ ഗിന നഫ്സ്, മാനസികമായ സംതൃപ്തിയിലാണ് ഐശ്വര്യം എന്നാണ് ലോകൈക ഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പല വീടുകളിലും നല്ല മുറ്റമൊക്കെ വളരെ ഫിനിഷ് ആയിട്ടുള്ള നല്ല ഇരുനിര സൗധങ്ങളായ നല്ല വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള പല വീടുകളിലും മാനസികമായ സംതൃപ്തികൾ കുറവാണ്. കാരണം എന്താണ്? ബുർഹാനുദ്ദീൻ സർനോജി തങ്ങൾ തന്റെ താലീമുൽ മുതഅല്ലിം എന്ന കിതാബിൽ, കുഞ്ഞു കിതാബാണ്, ആ കിതാബിൽ പഠിപ്പിച്ച ദാരിദ്ര്യം വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട്, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കുറഞ്ഞു പോകും. അവർക്ക് ദാരിദ്ര്യം വരും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമില്ലായ്മ ചെയ്യും. രണ്ടാമത്തെ കാര്യം, പ്രഭാത സമയത്തുള്ള ഉറക്ക്, സുബഹി ബാങ്ക് കൊടുത്താൽ പിന്നെ സൂര്യൻ ഉദിക്കുന്ന വരെയുള്ള സമയത്ത് ഉറങ്ങുന്ന വീടുകളാണോ ഈ ഐശ്വര്യം കുറഞ്ഞുകൊണ്ടിരിക്കും. മൂന്നാമത്തത്, ധാരാളമായിട്ട് ഉറങ്ങുക. പണിയില്ലാത്ത സമയങ്ങളിലൊക്കെ മൊത്തം ഉറക്ക്, അവർക്കും ദാരിദ്ര്യം പിടിപെടുന്നതാണ്. അടുത്തത്, നഗ്നനായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. വന്നോമോരിയാന, നഗ്നത പാലിച്ചുകൊണ്ട് നഗ്നനായി ഉറങ്ങിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം പിടിപെടുന്നതാണ്. അടുത്തതായിട്ട് സർനോജി ഇമാം തങ്ങൾ പറയാണ്, അക്ലു ജുനുബ, ബന്ധപ്പെട്ടതിനു ശേഷം വലിയ അശുദ്ധി ഉണ്ടായ ശേഷം വുളു ചെയ്യാതെ, സപ്പോസ് അറ്റ്ലീസ്റ്റ് വുളു എങ്കിലും ചെയ്യാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ഈ ദാരിദ്ര്യം വിളിച്ചിരുത്തുന്ന സംഗതിയാണ്. അതേപോലെ തന്നെ ചാരിയിരുന്നു കൊണ്ട്, ചെയറിൽ ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കലും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും, നമ്മളൊക്കെ എത്ര കൊല്ലമായി ഇങ്ങനെ ചെയ്യുന്നു എന്നിട്ടും ദാരിദ്ര്യം പിടിപെട്ടിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സൊന്ന് വായിച്ചു നോക്കൂ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായുള്ള നഷ്ടങ്ങൾ മാത്രമല്ല, ശാരീരികമായ നഷ്ടങ്ങൾ മാത്രമല്ല, മാനസികമായ സംതൃപ്തിയില്ലായ്മയാണ്. അടുത്തതായിട്ട് പറഞ്ഞു, തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചാടിയ വറ്റുകൾ, ചാടിയ ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നിസ്സാരമാക്കുക എന്നുള്ളത്. ഇന്ന് പല സൽക്കാരങ്ങളിലും പല കല്യാണങ്ങളിലും ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ വിളമ്പിയിട്ട് ബാക്കിയുള്ളതൊക്കെ എവിടെയോ കൊണ്ടുപോയി കുഴിച്ചുകൂടുന്ന രീതി കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ മോശമാണ്, ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. അടുത്തതായി മഹാൻ പറഞ്ഞു, ഉള്ളി, ബസല്, ആ ഉള്ളിയുടെ തൊലി കരിക്കുക എന്നുള്ളത്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബസൽ എന്ന നമ്മൾ വലിയ ഉള്ളിയാണ്. വസൂം, വെളുത്തുള്ളിയുടെയും വലിയ ഉള്ളിയുടെയും ഒക്കെ തോല് കരിക്കുന്നതും ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഡ്രസ്സ് ഉപയോഗിച്ച്, മിന്തിയിൽ ഉപയോഗിച്ചുകൊണ്ട്, തവ്വലും അത് പറ്റും ഉപയോഗിച്ചിട്ട് വീട് അടിച്ചു വാരുക, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിലൊക്കെ അടിച്ചു വാരാനും തോത്താനും ഒക്കെ വേണ്ടിയിട്ട് ഡ്രസ്സ് അതേപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അത് ശീലകഷ്ണമാക്കിയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, വേസ്റ്റ് നിക്ഷേപിക്കുക. വീടിന്റെ മൂലയിൽ എപ്പോഴും വേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതും ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. തന്നെ പഠിപ്പിക്കുന്ന ഗുരുവര്യന്മാരുടെ മുന്നിൽ നടക്കുക എന്നുള്ളതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന വിഷയമാണ്. മാതാപിതാക്കളെ പേരെടുത്ത് വിളിക്കുന്നതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചളിയും മണ്ണൊക്കെ ഉപയോഗിച്ച് കൈകൾ കഴുകുക എന്നുള്ളതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മഹാനുഭാവൻ എണ്ണിയിട്ടുണ്ട്. ഉമ്മരപ്പടിയിൽ, പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഉമ്മരപ്പടിയിൽ ഇരിക്കരുത്. ഇന്ന് ആധുനികർ അതൊക്കെ നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസികമായ സന്തോഷങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഉമ്മരപ്പടിയിൽ ഇരിക്കുന്നതും പാടില്ലാത്ത കാര്യമാണ്. വാതിൽ രണ്ട് പൊളികളാണെങ്കിൽ ഒരു വാതിൽ പൊളിയിൽ മാത്രം ചാരിയിരിക്കുന്നതും ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. ശരീരത്തിൽ വെച്ചുകൊണ്ട് തന്നെ വസ്ത്രം തുന്നുക. സമയമല്ലോ, തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് ശരീരത്തിൽ വെച്ച് തന്നെ തുന്നുന്നതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. വസ്ത്രം കൊണ്ട്, ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുന്നതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. എട്ടുകാരി, മാറാല വീടുകളിൽ, റൂമുകളിൽ ഉണ്ടാകുന്നതും ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. നിസ്കാരത്തെ നിസ്സാരമായി കാണുക. നിസ്കരിക്കുന്നില്ല എന്നതല്ല, നിസ്കാരം നിസ്സാരമായിട്ട് കാണുക. സുബഹി നിസ്കാരത്തിന് വേണ്ടി
പള്ളിയിലേക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിയട്ടപ്പേ അങ്ങനെ പോകൽ, അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. വൽ ഇബ്തികാറു ബിദ്ദഹാബി ഇല സൂഖ്, അങ്ങാടിയിൽ ഫസ്റ്റ് എത്തൽ, അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. വൽ ഇബ്താഉ ഫി റുജൂഇ മിൻഹു, അങ്ങാടിയിൽ നിന്ന് അവസാനമായിട്ട് പോകൽ, മടക്കം അവസാനമാക്കൽ, അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. വശിറാഉ കസറാത്തിൽ ഖുബ്സി മിനൽ ഫുഖറാഇ സുആൽ, യാചിച്ചു വരുന്ന യാചകരിൽ നിന്ന് അവർക്ക് കിട്ടിയത് വാങ്ങുക, അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. പാവങ്ങളായ ആളുകൾ യാചിച്ച് കിട്ടിയതായിരിക്കും, ആ പത്തിരി കിട്ടിയ പത്തിരി എന്നൊരു കണ്ടം വാങ്ങുക, അതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. മാതാപിതാക്കൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുക, ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഊതിക്കൊണ്ട് വിളക്ക് കെടുത്തുക, ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് മഹാനരാകുന്ന ബുർഹാനുദ്ദീൻ സർനൂജി തങ്ങൾ തന്റെ ആധികാരികമായ ഗ്രന്ഥത്തിൽ ഒരു മുതഅല്ലിമിനുണ്ടായിരിക്കേണ്ട അതബുകൾ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതി പറഞ്ഞതാണ്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സാമ്പത്തികമായ, നല്ല മാനസികമായ ഐശ്വര്യം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് എന്ന് പറഞ്ഞിട്ട് ബുർഹാനുദ്ദീൻ തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ആസാറുകളെ കൊണ്ട് മഹത്തുക്കളാകുന്ന ആളുകൾ പറഞ്ഞ വാക്കുകളിലൂടെ അറിയപ്പെട്ടതാണെന്ന് പറഞ്ഞ് എഴുതിയ കിതാബ് 3-ാം നൂറ്റാണ്ടിലാണ് ഈ കിതാബ് രേഖപ്പെടുത്തപ്പെടുന്നത്. അത്രത്തോളം നമ്മുടെ നാടുകളിലൊക്കെ മുതഅല്ലിമീങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന കിതാബിലുള്ളതാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും ഐശ്വര്യത്തോടു കൂടെ ജീവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.